ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ മാസം അവസാനമെങ്കിലും ആ മാസത്തെ കറണ്ട് അഫയേഴ്സ് മൊത്തം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവസാനം എക്സാമിൻ്റെ ആ ഒരു സമയത്ത് എല്ലാം കൂടി നമ്മൾ നോക്കി അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് ആണ് ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെ കറണ്ട് അഫയേഴ്സിനെ കൈകാര്യം ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. മൊത്തം കറണ്ട് അഫയേഴ്സും ഒറ്റ ക്ലാസ്സിൽ നമ്മളങ്ങ് തീർത്ത് വിടുകയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിലവിൽ കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചോദ്യവും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കുറച്ച് പിക്ചറുകൾ കാണിച്ചു തരാം. ഈ കാണുന്ന ആളുകളെയും അതേപോലെ തന്നെ ഈ കാണുന്ന ആപ്ലിക്കേഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു മൈൻഡിലേക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പിക്ചർ ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ പറയുന്ന ആളുകളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സെറ്റായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് പഠിച്ച് റെഡി ആയിട്ട് പോകും. പക്ഷെ കുറച്ച് സമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണണം. കാരണം കറണ്ട് അഫയേഴ്സിന് നമുക്കറിയാം ഏകദേശം 20 മാർക്കിൽ ഒരു 15 മാർക്കെങ്കിലും സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മിലോസ്വുസെവിക്. ഓക്കെ, മിലോസ്വുസെവിക് ആണ് അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രിയാണ് മിലോസ്വുസെവിക്. മിലോസ്വുസെവിക് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഡീപ്പ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഡീപ്പ് സീക്ക് നമുക്കറിയാം ചാറ്റ് GPT, അതേപോലെ തന്നെ ഗൂഗിളിന്റെ തന്നെ ആയിട്ടുള്ള ജെമിനി, അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചാറ്റ് ബോട്ടുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് ഈ കാണുന്നതാണ് ഡോൾഫല്ല, തിമിംഗലത്തിന്റെ ഒരു ചിത്രമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഡീപ്പ് സീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഡീപ്പ് സീക്ക് ചൈനയുടെയാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് സീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ചൈനയുടെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ്, അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രിയാണ് മിലോസ്വുസെവിക് എന്ന് പറയുന്നത്. മിലോസ്വുസെവിക് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ചാറ്റ് GPT പോലെ AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. 2023 ഡിസംബറിൽ ലിയാങ് വെൻഫെങ് ആണ് ഡീപ്പ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ചാറ്റ് GPT പോലെ തന്നെയുള്ള ഒരു AI സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? 2023 ഡിസംബറിൽ ലിയാങ് വെൻഫെങ്. ഓക്കെ, ലിയാങ് വെൻഫെങ് ആണ് ഡീപ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ആരുടെയാണ് ഈ പറയുന്ന ഡീപ് സീക്ക് എന്ന് പറയുന്നത്? ചൈനയുടെയാണ്. ഇത് എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 2023 ഡിസംബറിലാണ്. ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയാങ് വെൻഫെങ് ആണ്. അതേപോലെ തന്നെ ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആരും ഡൗൺലോഡ് ചെയ്യാനൊന്നും പോകണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ആപ്പാണ്. അത് എത്രത്തോളം നമ്മുടെയൊക്കെ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെയും പ്രൈവസി അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഡേറ്റ ഒക്കെ അവരുടെ സെർവറിലേക്ക്
പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ നമ്മുടെ അടുത്ത് എന്താണ് ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ടിക്ക് ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെല്ലാത്തിലും ടിക്ക് ചെയ്ത് അവസാനം എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മുടെ ചിലപ്പോൾ കുറേ ഫോട്ടോസ്, കുറേ നമ്മുടെ എന്താണ് കോൺടാക്റ്റ്, ഇതൊക്കെയാണ് ഈ പറയുന്ന അവരുടെ സെർവറിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലും അറിയില്ലാത്ത പല പല കമ്പനീസുകൾ, പല പല എന്താണ് ഈ പറയുന്ന ബുക്സ് കാര്യങ്ങൾ, ഇവരൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഒറിജിനൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തിടെ ഗ്രാമകോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാമനപുരം തിരുവനന്തപുരമാണ്. ഓക്കെ, ഗ്രാമകോടതിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലമായിട്ട് മാറുകയാണ് അങ്ങനെ വാമനപുരം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഗ്രാമകോടതിയുള്ള ആദ്യ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്, വാമനപുരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തു വെച്ചോ. ഇനി അടുത്തൊരു എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്, അടുത്തിടെ ഗ്രാമകോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാമനപുരമാണ്, തിരുവനന്തപുരം. വ്യവഹാരരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമകോടതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യവഹാരരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമകോടതി നടപ്പിലാക്കുന്നത്. വാമനപുരം മണ്ഡലത്തെ വ്യവഹാരരഹിത മണ്ഡലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് വാമനപുരം മണ്ഡലത്തിലും ബ്ലോക്കിലും സമ്പൂർണമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ വാമനപുരം മണ്ഡലത്തെ വ്യവഹാരരഹിത മണ്ഡലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് വാമനപുരം മണ്ഡലത്തിലും ബ്ലോക്കിലും സമ്പൂർണമായി ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ 2025 വേദി എവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ 2025 വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്, വേവ്സ് എന്നതാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്, ഈ പറയുന്ന ന്യൂഡൽഹിയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാണ്? അപ്പോൾ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രം നിലമ്പൂർ തേക്ക് മ്യൂസിയം ആണ്. ഇതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തേക്ക് മ്യൂസിയം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന തേക്ക് മ്യൂസിയം ഒക്കെ കണ്ടിട്ട് വരാം. 10 മണി മുതൽ 4:30 വരെയാണ്. മൺഡേ ഹോളിഡേ ആണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്താണ് നിലവിൽ ഇവിടെ നമുക്ക് സന്ദർശിക്കാം. അവിടെ പോയി എന്താണ് മ്യൂസിയം ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നിലവിൽ ഇവിടെ പോയിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ്. ഏകദേശം 21ഓളം ആംബുലൻസ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയത്, മൊബൈൽ ഫോറൻസിക് വാനായിട്ട്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനായിട്ടാണ് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് മഹാരാഷ്ട്രയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ 21 മൊബൈൽ ഫോറൻസിക് വാനാണ് അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ പുറത്തിറക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റകൃത്യങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അതേപോലെ തന്നെ എന്താണ് തെളിവുകൾ അപ്പോൾ തന്നെ ശേഖരിച്ച് എന്ത് ചെയ്യുക, അവിടെ വെച്ച് തന്നെ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു എന്താണ് സജ്ജീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോറൻസിക് ലാബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളുകൾ അവിടെ വച്ച് തന്നെ പിടിക്കുകയും അവിടെ വച്ച് തന്നെ അതിൻ്റെ എന്താണ് കുറ്റകൃത്യങ്ങൾ ചെയ്തോ എന്നുള്ളത് കണ്ടെത്താനും വേണ്ടി വളരെയധികം ഉപകരിക്കും. അപ്പോൾ 21 ആംബുലൻസുകളാണ് അല്ലെങ്കിൽ ഫോറൻസിക് വാനുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര സർക്കാർ പുറത്തിറക്കിയത് എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്നാണ്, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ തീം എന്താന്ന് വേണമെങ്കിൽ ചോദിക്കാം. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം. എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്, പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ
കോമൺ ഫ്യൂച്ചർ എന്നതാണ്. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് ഈ ചിത്രമൊക്കെ കണ്ടുപോയതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് ഓർത്ത് വയ്ക്കാനാണ്. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് 2025 എന്തിൻ്റെ നമ്മുടെ വെറ്റ്ലാൻഡ് ഡേ, ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, തീം. ഓക്കെ, അടുത്തത് 2025 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തടത്തിന്റെ തീമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വച്ചാണ് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനുമാണ് ഫെബ്രുവരി 2 നമ്മൾ ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. എന്ന് മുതലാ ഇത് ആചരിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്ന് മുതലാ? 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ അവബോധം വളർത്താനും വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 2 ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് 2025 ഫെബ്രുവരി കേന്ദ്ര ബജറ്റ് 2025-26 വർഷത്തെ ലോകസഭയിൽ അവതരിപ്പിച്ചത് നമുക്കറിയാം. അതായത് നിർമ്മല സീതാരാമനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു കറണ്ട് അഫയേഴ്സിൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരി ഏത് ഡിസൈനിലാണ് അത് നിലവിൽ ക്രിയേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു മധുബാനി ചിത്രകലയുമായി ബന്ധപ്പെട്ട തീമാണ് നിർമ്മല സീതാരാമന്റെ ഈ പറയുന്ന സാരിയിൽ ഡിസൈൻ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നു മധുബാനി ചിത്രകല ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറുമായി ബന്ധപ്പെട്ടാണ് മധുബാനി ചിത്രകല. അതായത് പുരാണങ്ങളിലെ ഇതിവൃത്തങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രരചനയാണ് ഈ പറയുന്ന മധുബാനി ചിത്രകല എന്ന് പറയുന്നത്. അത് ബീഹാർ സംസ്ഥാനത്തിൻ്റെയാണ് മധുബാനി ചിത്രകല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദിയുടെ കീഴിൽ തുടർച്ചയായിട്ട് 8ാമത്തെ തവണയാണ് ഈ പറയുന്ന നമ്മുടെ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ 7 ബജറ്റുകളും അതേപോലെ ഒരു ഇടക്കാല ബജറ്റ്, അങ്ങനെ മൊത്തം 8 ബജറ്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ജസീന്ത ആർഡന്റെ ആണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. അത് ജസീന്ത ആർഡൻ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഏതെന്ന് പറയുന്നത്, ഓർമ്മക്കുറിപ്പാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ളത്. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ളതാണ് ജസീന്ത ആർഡന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. ജസീന്ത ആർഡൻ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്താം. കാരണം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 10ഓളം ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പഴയ ബാക്കി കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാണ്? അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രിയാണ് മിലോസ് വുസെവിക് എന്ന് പറയുന്നത്. അടുത്തത് ഡീപ്പ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളത് ഈ കാണുന്നതാണ് ഡീപ്പ് സീക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിനെ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചൈനയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ChatGPT പോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്പ് സീക്ക്. 2023 ഡിസംബറിൽ ലിയാങ് വെൻ ഫെങ് ആണ് ഡീപ്പ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക.
അടുത്തിടെ ഗ്രാമകോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലമായിട്ടാണ് വാമനപുരം മാറുന്നത്. എവിടെയാണ് വാമനപുരം? തിരുവനന്തപുരത്താണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി വ്യവഹാരരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമകോടതി നടപ്പിലാക്കുന്നത്. വാമനപുരത്തെ മണ്ഡലത്തെ വ്യവഹാരരഹിത മണ്ഡലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് വാമനപുരം മണ്ഡലത്തിനും ബ്ലോക്കിനും സമ്പൂർണമായി ഈ പദ്ധതി നടപ്പാക്കുന്നത്. അടുത്തത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സബ്മിറ്റിന്റെ വേദി 2025 അത് ന്യൂഡൽഹി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതാണ് അവരുടെ ഈ പറയുന്ന മാസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്. ഓക്കെ, അടുത്തത് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ തേക്ക് മ്യൂസിയം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനും ആയി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോക തണ്ണീർത്തട ദിനം ഒത്തിരി തവണ PSC ബേസ് ലെവൽ ചോദ്യമായിട്ട് ചോദിച്ചു പോയതാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണുള്ളത്. ഇനി അതിൻ്റെ തീമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. തീം ഇതാണ്, പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ലോക തണ്ണീർത്തടത്തിന്റെ തീം നമ്മൾ പറഞ്ഞു. 1975 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഈ ദിവസത്തിന്റെ ഓർമ്മയെ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനുമാണ് ഫെബ്രുവരി 2 ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ഫെബ്രുവരി കേന്ദ്ര ബജറ്റ് 2026 വർഷത്തെ ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്, നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി. നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്ന 8ാമത്തെ കേന്ദ്ര ബജറ്റാണ് ഈ പറയുന്ന നമ്മുടെ അവതരിപ്പിച്ചത്. അടുത്തത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ജസീദ ആർഡന്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൈശാഖനാണ്. ഓക്കെ, വൈശാഖൻ. ഇതാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് എന്ന് പറയുന്നത്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് MK ഗോപിനാഥൻ നായർ. ഒരിക്കൽ ചോദിച്ചേക്കുന്നതാണ് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് ആ സ്ഥാനത്തേക്ക് വൈശാഖൻ നിയമിതനായത്. അപ്പോൾ ഇന്ന് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഗ്രന്ഥശാലയുടെ ട്രസ്റ്റിന്റെ തുഞ്ചൻ സ്മാരകത്തിന്റെ ആരാണ് നിലവിലത്തെ ആളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ വൈശാഖനാന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ പുതിയ ചെയർമാൻ വൈശാഖനാന്നുള്ളത് ഓർത്തു വെക്കുക. വലിയമലയ ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞനാണ് M മോഹൻ. അപ്പോൾ വലിയമല ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ആരെന്ന് പറയുന്നത് M മോഹൻ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് 2025 വേദി വേണമെങ്കിൽ ചോദിക്കാം. നല്ലൊരു ചോദ്യമാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് 2025 വേദിയാണ് മക്കളെ മലേഷ്യ. ഓക്കെ, മലേഷ്യ ആണ് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് 2025 വേദി മലേഷ്യ. കിരീട ജേതാക്കൾ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ജയിച്ചതെല്ലാം PSCക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം ജയിച്ചതെല്ലാം PSCക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കായിക മേളയോ അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഗെയിംസോ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ അകത്ത് വിജയ് എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് കേരളമാണെങ്കിൽ കേരളം, അതേപോലെ ഇന്ത്യ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഇന്ത്യ ആണെങ്കിൽ അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേദി മലേഷ്യ ആയിരുന്നു അണ്ടർ 19 വനിത
2020 ലോകകപ്പ് 2025 വേദി മലേഷ്യ. കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അണ്ടർ 19 ഇന്ത്യ വനിത 2020 ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു നിക്കി പ്രസാദ്. അപ്പോൾ അണ്ടർ 19 2020 ടീമിന്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അത് നിക്കി പ്രസാദ് ആയിരുന്നു. ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തത് ആരാന്ന് ചോദിച്ചാൽ ഗോൺഗാഡി തൃഷയാണ്. ഗോൺഗാഡി തൃഷയാണ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തത്. ഗോൺഗാഡി തൃഷ. തൃഷ എന്നെങ്കിലും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആരാണ് ഫൈനലിലെ താരം 2020 അണ്ടർ 19 വനിതാ ലോകകപ്പിലെ? ഗോൺഗാഡി തൃഷയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ടീമിലെ മലയാളി ക്രിക്കറ്റ് താരമായിരുന്നു VJ ജോഷിത. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഗോൺഗാഡി തൃഷയാണ്. എന്ത്? അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിലെ സെഞ്ചുറി നേടിയ ആദ്യ താരം. ഈ കാണുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഗോൺഗാഡി തൃഷ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കാണുന്നത്. ഇതാണ് അണ്ടർ 19 2020 വനിതാ ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം എന്ന് പറയുന്നത് ആരാന്ന്? ഈ പറയുന്ന ഗോൺഗാഡി തൃഷയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ 53 പന്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗോൺഗാഡി തൃഷ സെഞ്ചുറി കരസ്ഥമാക്കിയത്. 2025. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, വേദി നമ്മൾ ഓർത്തു വയ്ക്കണം. എവിടെയാണ് വേദി? മലേഷ്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ ആയിരുന്നു നിക്കി പ്രസാദ്. ആരാണ്? നിക്കി പ്രസാദ്. ആരാണ് ഇതിൻ്റെ അകത്ത് ഫൈനലിലെ താരമായി തിരഞ്ഞെടുത്തത്? ഗോൺഗാഡി തൃഷയാണ്. ഗോൺഗാഡി തൃഷ തന്നെയാണ് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം ഏതാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഗോൺഗാഡി തൃഷയാണ്. ഗോൺഗാഡി തൃഷ. ഇതാണ് ഗോൺഗാഡി തൃഷ എന്ന് പറയുന്നത്. 53 പന്തിലാണ് സെഞ്ചുറി തൃഷ സ്വന്തമാക്കിയത്. ഓക്കെ, അടുത്തത് 2025 സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അഹമ്മദ് അൽ ഷറ. ഓക്കെ, 2025 സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് അഹമ്മദ് അൽ ഷറ. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ആപ്പ് ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പോൾ പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യമാണ്, ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ. അപ്പോൾ 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ. ലോക ക്യാൻസർ ദിനം എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. ഫെബ്രുവരി 4. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് എന്തിൻ്റെ? ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 വേൾഡ് ക്യാൻസർ ഡേയുടെ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ദേ കണ്ടോ, ഇതാണ് നിലവിലത്തെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ഇൻ അവർ ഗോൾസ്, യുണീക്ക് ഇൻ അവർ നീഡ്സ്. വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4 2025 തീമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിൻ്റെ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിൻ്റെ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര 2020 ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ ക്രിക്കറ്റ് താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മയാണ്.
അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ ക്രിക്കറ്റ് താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 37 പന്തിലാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി നേടിയത്. 35 പന്തിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയാണ് വേഗത്തിൽ 2020 സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമായി കണക്കാക്കുന്നത്. അപ്പോൾ 35 പന്തില് രോഹിത് ശർമ്മയും 37 പന്തില് അഭിഷേക് ശർമ്മയും. അപ്പോൾ രണ്ടും ശർമ്മയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 37 പന്തില് നിലവിലെ ആരാണ്? അഭിഷേക് ശർമ്മയാണ്. അതേപോലെ തന്നെ 35 പന്തിലാണെങ്കിൽ രോഹിത് ശർമ്മയാണ് ആദ്യത്തെ താരം എന്ന് പറയുന്നത്. ഏറ്റവും വേഗത്തിൽ 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചാൽ അത് 35 പന്തില് രോഹിത് ശർമ്മയും, രണ്ടാമത്തെ താരം ആരാന്ന് ചോദിച്ചാൽ 37 പന്തില് അഭിഷേക് ശർമ്മ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 40 പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടിയ മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. അത് 3ാം സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ 35 ഉണ്ട്, 37 ഉണ്ട്, 40 ഉണ്ട്. ആദ്യം 35 അത് രോഹിത് ശർമ്മയാണ് ഏറ്റവും വേഗത്തില് 2020 ക്രിക്കറ്റില് സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം. രോഹിത് ശർമ്മ 35, അഭിഷേക് ശർമ്മ 37. 40 പന്തുകളിൽ നിന്നും നേടിയത് ആരാന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണെന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ വനിതയാണ് സുനിത വില്യംസ്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ വനിതയാണ് സുനിത വില്യംസ്. ഓക്കെ, അടുത്തത് മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS സർവേഷക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS സർവേഷക്. ഓക്കെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോ 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് മക്കളെ ശുഭാംശു ശുക്ല. ISROയുടെ ഗഗൻയാൻ ദൗത്യ കമാൻഡർ ആണ് വ്യോമസേന ഗ്രൂപ്പ് കമാൻഡറായ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. നാസയും ISROയും സ്വകാര്യ കമ്പനിയായ ആക്സിയോ സ്പേസും ചേർന്നുള്ള ദൗത്യമാണ് ആക്സിയോം 4 എന്ന് പറയുന്നത്. നാസയിലെ പെഗ്ഗി വിക്സൺ, അതേപോലെ തന്നെ കമാൻഡർ ടീബാർ കപൂർ, സ്ലാവോസ് നാൻസ്കി എന്നിവരാണ് ഇതിൻ്റെ അകത്തുള്ള ബാക്കി അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്തു വയ്ക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായ തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഓക്കെ, അടുത്തത് 67ാമത് ഗ്രാമി അവാർഡ് 2025 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൽബം ഓഫ് ദ ഇയർ എന്നറിയപ്പെടുന്നത് കൗബോയ് കാർട്ടർ എന്ന് പറയുന്നതാണ്. ആൽബം ഓഫ് ദ ഇയർ കൗബോയ് കാർട്ടർ ആണ്. 67ാമത് ഗ്രാമി അവാർഡ്. തീർച്ചയായിട്ടും 1 മാർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണ്, ഗ്രാമി അവാർഡ് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. മികച്ച ആൽബം ഏതാണ്, അല്ലെങ്കിൽ മികച്ച ആൽബം തയ്യാറാക്കിയത് ആരാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, 67ാമത് ഗ്രാമി അവാർഡ് നടന്നത് 2025 67ാമത് ഗ്രാമി അവാർഡ് 2025. ആൽബം ഓഫ് ദ ഇയർ ആണ് കൗബോയ് കാർട്ടർ. ഏതാണ്? കൗബോയ് കാർട്ടർ. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വംശജനാണ് ബിയോൺസെ. റെക്കോർഡ് ഓഫ് ദ ഇയർ ആണ് നോട്ട് ലൈക്ക് അസ്. അതേപോലെ സോങ് ഓഫ് ദ ഇയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ലൈക്ക് അസ് ആണ്. മികച്ച നവാഗത കലാകാരിയാണ് ചാപ്പൽ റോൺ. ഇനി ബെസ്റ്റ് ന്യൂ ഏജ് ആംബിയൻ ചാൻഡ് ആൽബം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ നായികയാണ് ചന്ദ്രിക ടാണ്ടൻ എന്ന് പറയുന്നത്. ചന്ദ്രിക ടാണ്ടൻ. ത്രിവേണി എന്ന ആൽബത്തിനായിരുന്നു ഇതിന്റെ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ വെട്ടർ കെൽമാൻ, ചെറു മറ്റ്സുമോട്ടോ എന്നിവർക്കൊപ്പമാണ്
ചന്ദ്രിക ഈ പുരസ്കാരം നേടിയത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ വൗട്ടർ കെല്ലറും അതേപോലെ തന്നെ മാൻ ചെറു അതേപോലെ തന്നെ സുമോട്ടോ എന്നിവർക്കൊപ്പമാണ് ചന്ദ്രിക പുരസ്കാരം. ഏതായിരുന്നു ആൽബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിവേണി എന്ന് പറയുന്ന ആൽബമാണ് ചാന്ദ്രിക ടാൻഡന്റെ ആൽബം എന്ന് പറയുന്നത്. ഈ പറയുന്ന ചാന്ദ്രിക ടാൻഡൻ ബെസ്റ്റ് ന്യൂജൻ ആംബിയൻ ചാൻഡ് ആൽബം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ ഗായികയാണ്. ഓക്കെ, അമേരിക്കൻ ഗായികയാണ്, ഇന്ത്യൻ അമേരിക്കൻ ഗായികയാണ് ഈ പറയുന്ന ചന്ദ്രിക ടാൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റംസാർ കൺവെൻഷൻ കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ ഇടം നേടിയ 2 ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇൻഡോറും അതേപോലെ തന്നെ ഉദയ്പൂരുമാണ്. ഓക്കെ, അപ്പോൾ റംസാർ കൺവെൻഷന് കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ 2 ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഇൻഡോറും ഉദയ്പൂരുമാണ്. ഇൻഡോർ ആൻഡ് ഉദയ്പൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ഓണറ്ററി പ്രൊഫസറായി 2025 നിയമിതനായ വയനാടിന്റെ പൈതൃക ജൈവ നെൽവിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ഓണറ്ററി പ്രൊഫസറായി 2025 നിയമിതനായ വയനാടിന്റെ പൈതൃക ജൈവ നെൽവിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിൽ 2 വർഷത്തേക്കാണ് നിയമനം ലഭിച്ചത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിൽ 2 വർഷത്തേക്കാണ് നിയമനം എന്ന് പറയുന്നത്. ആരുടെ? ഈ പറയുന്ന ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു? കേരള കാർഷിക സർവകലാശാലയുടെ ഓണറ്ററി പ്രൊഫസറായി 2025 നിയമിതനായ വയനാടിന്റെ പൈതൃക ജൈവ നെൽവിത്ത് സംരക്ഷകനാണ് ആരെന്ന് പറയുന്നത്? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. ചെറുവയൽ രാമൻ. അടുത്തത് മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞതാണ്. അത് ബീഹാർ ആണ്. മഖാന ഉൽപാദനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. മഖാന നമ്മൾ പറഞ്ഞു. അതായത് എന്താണ്? ഫോക്സ് നട്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതും മഖാനയാണ്. ഫോക്സ് നട്ട്സ് ആണ് ഏത്? ഈ പറയുന്ന മഖാന. ബീഹാറിലും നേപ്പാളിലും ചൈനയിലും കൃഷി ചെയ്യുന്ന താമരയുടെ വിത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മഖാന എന്ന് വിളിക്കുന്നത്. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഖാനയാണ്. ഓക്കെ, അപ്പോൾ സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ അതാണ് മഖാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഖാനയുടെ വിളവ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറിലാണ്, രണ്ടാമത് നേപ്പാൾ. ഓക്കെ, അപ്പോൾ ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്ന അതേപോലെ തന്നെ എന്താണ് വേറെ ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലാത്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചൈനയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഫോക്സ് നട്ട്സ് എന്ന പേരിലാണ് മഖാന അറിയപ്പെടുന്നത്. മഖാന ബോർഡ് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 2025 ICC ചാമ്പ്യൻ ട്രോഫി വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. 2025 ICC ചാമ്പ്യൻ ട്രോഫി വേദിയാണ് പാകിസ്ഥാൻ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹാർബിൻ ആണ്. അത് ചൈനയിലെ ഹാർബിൻ ആണ്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദിയാണ് ഹാർബിൻ. എവിടെയാണ്? ചൈനയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. അടുത്തിടെ ബഹിരാകാശത്ത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉൽപ്പാദിപ്പിച്ചുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യമാണ് ചൈന. ചൈനക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസത്തെ അതായത് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് സൂര്യനെ കൃത്രിമമായി നിർമ്മിച്ച് അന്തരീക്ഷത്തിൽ സൂര്യന്റെ സെയിം ടെമ്പറേച്ചർ ഉണ്ടാക്കി എന്ത് ചെയ്ത ആ രാജ്യമാണ് ഈ പറയുന്ന ചൈനയാണ്. അങ്ങനെ ഉണ്ടാക്കിയ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്രിമ സൂര്യനുണ്ടാക്കി ഊഷ്മാവ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരാണ്? ചൈനയാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തിടെ ബഹിരാകാശത്ത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉൽപ്പാദിപ്പിച്ച് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യമാണ് ചൈന. അത് ഇതാണ് ചൈനയുടെ പൂർത്തിയാക്കിയ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ്. അതിൻ്റെ പേരാണ് ശൂന്യ എന്ന് പറയുന്നത്.
സരള ഏവിയേഷൻ, എ ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ്, അൺബിലീവ് ഇറ്റ് ഇസ് ദ പ്രോട്ടോടൈപ്പ് എയർ ടാക്സി ശൂന്യ അറ്റ് ദ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഓൺ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ ഇത് സരള ഏവിയേഷൻ ആണ് ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരള ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണ്. ഇവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്. എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സരള ഏവിയേഷൻ ആണ് അവതരിപ്പിച്ചത്. 6 യാത്രക്കാരെ ഉൾക്കൊള്ളാനും പരമാവധി 680 കിലോഗ്രാം പേലോഡ് വഹിക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ ശൂന്യ എന്ന് പറയുന്ന ആ ഒരു പേലോഡ്, അതായത് പ്രോട്ടോടൈപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യ. എയറോസ്പേസ് സ്റ്റാർട്ടപ്പായ സരള ഏവിയേഷൻ ബാംഗ്ലൂരാണ് ഇങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 6 യാത്രക്കാരെ ഉൾക്കൊള്ളാനും പരമാവധി 680 കിലോഗ്രാം പേലോഡ് വഹിക്കാനും കഴിയുന്ന തരത്തിലാണ് ശൂന്യ എന്ന് പറയുന്ന ഈ പ്രോട്ടോടൈപ്പ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. തദ്ദേശീയ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. അപ്പോൾ കമ്മ്യൂണിക്കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശീയ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. സർക്കാർ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സമ്പ്രദായവും സ്കൂൾ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും സ്കൂൾ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് എന്നുള്ളത്. അപ്പോൾ നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്നാന്നുള്ളത് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയൊരു ടോപ്പിക്കാണ് നാഗാലാൻഡ് വന്നത് എന്നാണ്. അതേപോലെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വന്നത് എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചത് എന്നാണ് എന്നുള്ളതെല്ലാം സെയിം ഡേറ്റ് ആണ്. അപ്പോൾ എന്നാണ് ഈ നാഗാലാൻഡ് സംസ്ഥാനം വന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത് എന്നാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്താന്നുള്ളത് കമന്റ് ചെയ്യുക. 2025 ഫെബ്രുവരിയിൽ യത്തീമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? 2025 ഫെബ്രുവരിയിൽ യത്തീമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇറാനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ യത്തീമാദ് എവിടെയാണ്? ഇറാനിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബാലിസ്റ്റിക് മിസൈലാണ്. പോയിന്റ് നെമോ മുറിച്ചു കടന്ന ഇന്ത്യൻ നാവികസേനയുടെ യാത്രാ സംഘത്തിന്റെ കപ്പലാണ് INS വിതരണി എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് നെമോ മുറിച്ചു കടന്ന നാവികസേനയുടെ യാത്രാ സംഘത്തിന്റെ കപ്പലാണ് INS വിതരണി. ശാന്തസമുദ്രത്തിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് പോയിന്റ് നെമോ എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് നെമോ മുറിച്ചു കടന്ന ഇന്ത്യൻ നാവികസേനയുടെ യാത്രാ കപ്പലിന്റെ പേരാണ് INS വിതരണി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പലാണ് INS വിതരണി എന്ന് പറയുന്നത്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സാഗർ പരിക്രമണ 2 പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു യാത്ര അവര് പോയത്. അതിൻ്റെ അകത്ത് ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, മലയാളിയായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ എന്നിവര് കപ്പലിലെ യാത്രികരാണ്. അപ്പോൾ ലഫ്റ്റനന്റ് കമാൻഡർ രൂപയാണ്. അതേപോലെ തന്നെ മലയാളിയായ നിലവിൽ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രൂപ. അതേപോലെ തന്നെ നിലവില് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, മലയാളിയായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന എന്നിവരാണ് കപ്പലിലെ യാത്രികർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, മലയാളിയായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന എന്നിവരാണ് കപ്പലിലെ യാത്രികർ. ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണമേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്. ഇത് കച്ച് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണമേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്. ഇത് കച്ച് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ
സ്വർണം കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ഓക്കെ, അപ്പോൾ 2025 ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം കരസ്ഥമാക്കിയ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളം ആൻസർ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വന്തം കരസ്ഥമാക്കിയത്. അപ്പോൾ ഫൈനലിൽ കേരളം പരാജയപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിനെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാണ് ഉത്തരാഖണ്ഡ്. വ്യക്തിഗത പദവി ലഭിച്ച താരനാഗി മൗങ്ക, ഓക്കെ, തരനാഗി മൗങ്ക എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂസിലാൻഡ് ആണ്. അപ്പോൾ താരാനഗി മൗങ്ക, ഓക്കെ, താരാനഗി മൗങ്ക എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഇതിനെന്താണ് വ്യക്തിഗത പദവി ലഭിച്ച താരാനാഗി മൗഗ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ നിയമപരമായ അവകാശങ്ങളും ഇനി മുതൽ താരാനഗി പർവ്വതത്തിന് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിഗത പദവി ലഭിച്ച താരാനഗി മൗങ്ക എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ പർവ്വതമാണ്. ഇതിന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ നിയമപരമായ അവകാശങ്ങളും ഇനി മുതൽ താരാനഗി പർവ്വതത്തിന് ലഭിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത് ബിൽഗേറ്റ്സ് ആണ്. ബിൽഗേറ്റ്സിന്റെ നിലവിലത്തെ ഓർമ്മക്കുറിപ്പാണ്. എന്താണെന്ന് ചോദിച്ചാൽ സോഴ്സ് കോഡ് മൈ ബിഗിനിങ്. ഓക്കെ, സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന് പറയുന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഗേറ്റ്സിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പ്. ആരുടെയാണ്? നമ്മുടെ ബിൽഗേറ്റ്സിന്റെ ഓർമ്മക്കുറിപ്പാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്. 2025 ദേശീയ ഗെയിംസ് വനിതകളുടെ വാട്ടർ പോളോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പോൾ 2025 ദേശീയ ഗെയിംസ് വനിതകളുടെ വാട്ടർ പോളോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അപ്പോൾ മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിയിട്ടാണ് കേരളം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഓക്കെ, അപ്പോൾ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമായിട്ടുള്ള ഫോർട്ട് വില്യംസിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. അപ്പോൾ ഫോർട്ട് വില്യം ഇനി അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യം ഇനി അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ്. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസത്തിന് പറയുന്ന പേരാണ് എക്കുവേറിൻ. ഓക്കെ, അപ്പോൾ എക്കുവേറിൻ എന്ന് പറയുന്നത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസമാണ്. രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മയിലാട്ടി കാസർഗോഡിലാണ്. ഓക്കെ, അപ്പോൾ രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മയിലാട്ടി കാസർഗോഡ്. അടുത്തത് അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് മൈക്കിൾ മാർട്ടിൻ ആണ്. ഓക്കെ, അപ്പോൾ അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് മൈക്കിൾ മാർട്ടിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് മൈക്കിൾ മാർട്ടിൻ. ഓക്കെ, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. അപ്പോൾ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഒന്ന് ഓർത്തു വെച്ചോ. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്താ? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിക്ക് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്.
ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്ന ഏജൻസിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ എന്നിവയാണ് പരിധിയിൽ വരുന്ന വന്യജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് പരിധിയിൽ വരുന്ന ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ വരുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ജീവികൾ എന്ന് പറയുന്നത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മുൻ മെമ്പർ സെക്രട്ടറിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ SP യാദവാണ് ഇബ്കയുടെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ഷോർട്ട് ഫോം ആണ് ഇബ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്കയുടെ ആരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് P യാദവ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീ ആധാർ പദ്ധതി ജമ്മു കാശ്മീരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025. ഒത്തിരി തവണ PSC ചോദിക്കാറുള്ള ഒരു ഇൻഡെക്സ് ആണ് ഈ പറയുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആയി. ഓക്കെ, അപ്പോൾ നേരത്തെ എത്രയായിരുന്നു? 85 ആയിരുന്നു, അതിൽ നിന്ന് 80 ആയി. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം 56 രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം. ഓക്കെ, അപ്പോൾ ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം 56 രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. 1-ാം സ്ഥാനം സിംഗപ്പൂർ ആണ് ഹെൻലി പാസ്പോർട്ടിൽ, 2-ാം സ്ഥാനം ജപ്പാൻ, 3-ാം സ്ഥാനം ദക്ഷിണ കൊറിയ. ഓക്കെ, അപ്പോൾ 1, 2, 3 സ്ഥാനം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ആർക്കാണ്? സിംഗപ്പൂരാണ്. 2-ാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. 3-ാം സ്ഥാനം ദക്ഷിണ കൊറിയ. 80-ാം സ്ഥാനമാണ് 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ ISRO മുൻ ചെയർമാനാണ് S സോമനാഥ്. ഓക്കെ, അപ്പോൾ 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ ISROയുടെ മുൻ ചെയർമാനാണ് S സോമനാഥ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ ISROയുടെ മുൻ ചെയർമാനാണ് S സോമനാഥ്. ഓക്കെ, അടുത്തത് വേൾഡ് റേഡിയോ ഡേ. ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ഡേ. മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ വേൾഡ് റേഡിയോ ഡേ ഫെബ്രുവരി 13 ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്തു വെച്ചോ. വേൾഡ് റേഡിയോ ഡേ എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 13. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദര സൂചകമായിട്ടാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് 46 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദര സൂചകമായിട്ടാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് നാഷണൽ വുമൻസ് ഡേ. 13 ഫെബ്രുവരിയിലാണ് നാഷണൽ വുമൻസ് ഡേ. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയുടെ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. ഇതാണ് നമ്മൾ ഇന്ത്യയുടെ വനിതാ ദിനമായി ആചരിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് കല്ലൂർ ബാലൻ. ഈ മനുഷ്യൻ എപ്പോഴും ഇതൊരു സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹം എപ്പോഴും പച്ച കളർ ഡ്രസ്സാണ്
ഇടാറുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇയാളെ പച്ച മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് കല്ലൂർ ബാലൻ എന്നുള്ളത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, കല്ലൂർ ബാലനാണ് പച്ച മനുഷ്യൻ. ഓക്കെ, അദ്ദേഹം അന്തരിച്ചു ഫെബ്രുവരിയിൽ. ഓക്കെ, ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോണിന്റെ 3ാം പതിപ്പിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ ബിക്കാനീർ രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോണിന്റെ 3ാം പതിപ്പിന്റെ വേദിയാണ് ബിക്കാനീർ രാജസ്ഥാൻ. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പിനാക്ക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പിനാക്ക. ഓക്കെ, അടുത്തത് ബെർലിൻ ആസ്ഥാനമാക്കിയുള്ള ട്രാൻസ്ഫർ ഇന്റർനാഷണൽ തയ്യാറാക്കിയ 2024 അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബെർലിൻ ആസ്ഥാനമാക്കിയുള്ള ട്രാൻസ്ഫർ ഇന്റർനാഷണൽ തയ്യാറാക്കിയ 2024 അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96. ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഏറ്റവും കൂടുതൽ എന്താണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നതും ഈ പറയുന്ന ഡെൻമാർക്കാണ്. അവിടെയാണ് അഴിമതി ഒന്നുമില്ലാത്തത്. അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെൻമാർക്ക് എന്താണ് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഡെൻമാർക്കാണ്. 2ാം സ്ഥാനം ഫിൻലൻഡാണ്. 3ാം സ്ഥാനം സിംഗപ്പൂരാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ഡെൻമാർക്ക്, 2ാം സ്ഥാനം ഫിൻലൻഡ്, 3ാം സ്ഥാനം സിംഗപ്പൂർ. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം 96 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നാഷണൽ ഗെയിംസ് 2025 ഒഫീഷ്യൽ മാസ്കോട്ടാണ് മൗളി എന്ന് പറയുന്നത്. അപ്പോൾ മൗളിയാണ് നാഷണൽ ഗെയിംസ് 2025 ഒഫീഷ്യൽ മാസ്കോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗളിയാണ്. ഏതാണ്? മൗളി. 38ാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് സർവീസസ് ആണ്. ഓക്കെ, അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് സർവീസസ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന. മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനം സർവീസസ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന, 14ാം സ്ഥാനമാണ് കേരളത്തിന്. അപ്പോൾ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ഓർത്തു വയ്ക്കുക. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. 2027 ദേശീയ ഗെയിംസിന്റെ വേദിയാകാനായിട്ട് പോകുന്നത് മേഘാലയ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാണ് ഉത്തരാഖണ്ഡ്. 2027 ദേശീയ ഗെയിംസിന്റെ വേദിയാണ് മേഘാലയ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ മണിപ്പൂരിലാണ് 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം വന്നത്. ആ സമയത്ത് നിലവിൽ രാജിവെച്ച മുഖ്യമന്ത്രി ഏതാന്ന് ചോദിച്ചാൽ മണിപ്പൂരിലെ ബിരേൻ സിംഗ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓരോന്നും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ പിക്ചർ ഉൾപ്പെടെയാണ് നമ്മൾ പഠിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കാണുക. അതിനുശേഷം ഈ പറയുന്ന PDF ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ PDF വായിച്ചതിന് ശേഷം വൈകിട്ട് ക്വസ്റ്റ്യൻ ബോർഡിലൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട്
മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ് അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി പേര് പറഞ്ഞിരുന്നു PYQ ഡിസ്കഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം മുതൽ നമ്മൾ പയ്യെ പയ്യെ അതും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമ്മൾ ഈ ഒരു PSCയിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ട്രാക്കിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ജോലി വാങ്ങി ഇവിടെ നിന്നും കയറി പോവുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി ഇല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾ പലരും ജോലിക്ക് കയറും. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് ഇതിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ട്രാക്കിൽ വന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഉപേക്ഷിച്ച് പോകരുത്. കാരണം ഉപേക്ഷിച്ച് പോയാലും നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം PSC എന്ന് പറയുന്നത് ഒരു മാന്ത്രിക വലയമാണ്. അത് ഒന്നുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ജോലി വാങ്ങിച്ച് ഇവിടെ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഏജ് ഓവർ ആവേണ്ടി വരും. ഈ രണ്ട് ഓപ്ഷനിൽ ഒന്ന് നടക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാക്കിൽ വന്നൊരു ഉദ്യോഗാർത്ഥിക്ക് PSC എന്ന് പറയുന്ന മാന്ത്രിക വലയത്തിൽ നിന്നും എന്താണ് ഭേദിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ പഠിച്ച് കുറേ നാൾ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വരും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ആ പഠനം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ തന്നെ വരാനിരിക്കുന്ന ഏതെങ്കിലും എക്സാമിലൊക്കെ നമ്മൾ ലിസ്റ്റിൽ വരും, നമ്മൾ സെറ്റാവും, നമ്മൾ ഉറപ്പായിട്ടും ജോലി കിട്ടും. അല്ല ഇത് നമ്മൾ ഉപേക്ഷിച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവർക്കും ജോലി കിട്ടി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം മുതലേ വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, ഒരു എന്നാണോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാണോ നിങ്ങളുടെ കയ്യിലേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നത് അന്ന് വരെയും എന്ത് ചെയ്യുക, പഠനം നിർത്താതെ മുന്നോട്ടേക്ക് പോവുക. മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണോ നിങ്ങൾ പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിലും കാര്യങ്ങളെല്ലാം പോകുന്നത്. നമ്മുടെ ഇടയിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണുള്ളൂ, ഒന്ന് നിങ്ങളും പിന്നെ ഞാനും. അല്ലാതെ എന്താണ് നിലവിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു മുന്നോട്ടേക്ക് പോകേണ്ടത്. വെറുതെ കുറേ വാരി വലിച്ചു പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, എക്സാംസുകൾ എഴുതുക. ഇത്രയും മാത്രമാണ് PSC കിട്ടാനുള്ള ഏക പോംവഴി. അപ്പോൾ പുതിയതായിട്ട് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും അതേപോലെ കുറച്ച് നാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. അതും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ കിടിലമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരവും കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.